ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. നിങ്ങൾക്ക് എൻ്റെ ദീപാവലി ആശംസകൾ. ഇന്ന് ദീപാവലിയോടനുബന്ധിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും നാളെ ന്യൂ മൂണിന് ചെയ്യേണ്ട ഒരു റിച്വലാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ദീപാവലിയോടനുബന്ധിച്ച് വീടും പരിസരമൊക്കെ ആദ്യം ഒന്ന് വൃത്തിയാക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ചെറിയൊരു പൂജ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഡിയർ, മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്. അവിടെ എന്തൊക്കെയാണ് നമ്മുടെ ആ ഒരു പൂജയ്ക്ക് വേണ്ടതെന്ന് വെച്ചാൽ, കിണ്ടിയിൽ ജലം വേണം, ഒരു മുഴുവൻ തേങ്ങ, പൊട്ടിക്കാത്ത തേങ്ങ വേണം, കുറച്ച് പൂക്കൾ, അതിൽ നിങ്ങൾക്കൊരു ചെറിയ ഹാരവും കൂടി കെട്ടാൻ സാധിച്ചാൽ ആ ഹാരവും ഉണ്ടായിക്കോട്ടെ. ഇല്ലെങ്കിൽ സാരമില്ല, പൂക്കൾ മാത്രമായാലും മതി. പിന്നെ എന്തെങ്കിലും ഒരു സ്വീറ്റ് ഐറ്റം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ഒരു പാൽപ്പായസം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയൊരു സാധനമായിരിക്കണം. അതല്ലെങ്കിൽ ഒരു പഴം ആയാലും നിങ്ങൾ വെക്കുക. ഓക്കെ ഡിയർ, ഒരു പാൽപ്പായസം നിങ്ങൾ ഉണ്ടാക്കി പ്രസാദമായിട്ട് സമർപ്പിക്കാം. പിന്നെ കുറച്ച് നാണയത്തുട്ടുകൾ, ഇതിത്രയും വെക്കുക. വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമുക്ക് ബ്ലോക്കേജസ് വരുന്നത്. ആ തടസ്സങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഗണേശ ഭഗവാനോട് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണം. അപ്പോൾ ഓം ഗം ഗണപതേ നമഃ എന്ന് 3 പ്രാവശ്യം ചാൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്ന് 11 പ്രാവശ്യം ചാൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൂക്കളെടുത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ ദീപത്തിൻ്റെ ചുവട്ടിലേക്ക് അർപ്പിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ, ഇത്രയേ ഉള്ളൂ, ചെറിയ രീതിയിൽ ഒരു പൂജ നമ്മൾ ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങൾക്ക് കരിയർ ബേസിസിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫിനാൻസിൽ എന്തെങ്കിലും മുന്നോട്ടേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെയും പ്രാർത്ഥിക്കുക. ട്വിൻ ഫ്ലെയിംസിന് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്നത് വളരെ വലിയ രീതിയിൽ ഉണ്ടാകുന്നത് സാധാരണമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാനായിട്ട് ഒരു ദീപാവലിയും ഞാൻ ഇനി പറയാൻ പോകുന്ന റിച്വലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ തെളിയിക്കുന്ന ദീപം ഒരു 7:30 വരെയെങ്കിലും അണയാതെ, കരിന്തിരി കത്താതെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വീടിൻ്റെ ചുറ്റിലൊക്കെ നിങ്ങൾ ദീപം തെളിയിക്കുമായിരിക്കുമല്ലോ, അതും ചെയ്യാം. ഓക്കെ, അടുത്ത് ന്യൂ മൂൺ റിച്വലാണ് നാളത്തെ ദിവസം. ഓക്കെ ഡിയർ, 21st ന്യൂ മൂൺ റിച്വലിൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടൊരു കാര്യം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയൊരു സമയമാണ്. ഒരു ഫിനാൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞാൻ എപ്പോഴും പറയുന്നു, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിൽ കൗണ്ടർ പാർട്ടിനെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ബാക്കി നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബേ ലീഫ് എടുക്കുക. ഉണങ്ങിയ ബേ ലീഫ് ആയിരിക്കണം. അതിൽ നിങ്ങളുടെ ആഗ്രഹം എഴുതുക. എഴുതിയിട്ട് ഇത് നിങ്ങൾ പുറത്ത് വെച്ചാണ് ചെയ്യേണ്ടത്. സന്ധ്യയ്ക്ക് ശേഷം വീടിന് പുറത്ത് വെച്ചാണ് ചെയ്യേണ്ടത്. ആ ഒരു ബേ ലീഫിന് ആഗ്രഹം എഴുതിയ ശേഷം ഒരു ക്യാൻഡിലോ ഒരു ദീപമോ തെളിയിച്ച് വെച്ചിട്ട് അതിൽ കത്തിക്കുക. ഈ ബേ ലീഫ് കത്തിച്ച് ആ ചാരം കളക്ട് ചെയ്ത് യൂണിവേഴ്സിലേക്ക് ഊതിപ്പറത്തി വിടുക. നിങ്ങൾക്ക് ബേ ലീഫ് ഇല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ ഗ്രീൻ പെന്നുകൊണ്ട് ഇത് സെയിം കാര്യം, ഈ ആഗ്രഹം എഴുതി ഇതുപോലെ ഈ ഒരു സെയിം പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഡിയർ, അപ്പോൾ ഈ ഒരു ദീപാവലിയും ഈ ഒരു ന്യൂ മൂണും ഒക്കെ നിങ്ങളുടെ കരിയറിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസിലേക്കൊക്കെ ഒരു പുതിയൊരു വെളിച്ചം അല്ലെങ്കിൽ ഒരു ധനപരമായ ഒരു വളർച്ച കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശിവശക്തി.